വിശന്നിട്ട് വെയ്യ. ഇത്ര നേരം എന്നറിയാം കിടക്കണം. തുണിയാണെങ്കിൽ മടക്കിയത് അവിടെ കിടക്കുന്നുണ്ട്. ഒരു പണി നേരെ ഒഴിച്ചു പോലെ ചെയ്യില്ല. പോയി കടന്നു തുടങ്ങിയിട്ട് എത്ര നേരം എന്നറിയാം. പോയി വിളിച്ചു നോക്കട്ടെ. എനിക്ക് സലാങ്ക എനിക്ക് എത്ര നേരം എന്നറിയാം അങ്ങനെ കിടക്കണം. നമ്മളെ ഇവിടെ മനുഷ്യന് വിശന്നിട്ട് വരിക. ആ മീൻ അവിടെ നേരാക്കാൻ കിടക്കുന്നുണ്ട്. അവിടെ മീനുണ്ട് നേരാക്കാന്. എനിക്ക് വയ്യ ചെയ്യാൻ. അവിടെ ഇപ്പൊ എന്താ പണി? വെറുതെ ഇരിക്കല്ലേ? പിന്നെ ഇവിടെ എനിക്ക് വിശന്നിട്ട് വയ്യ. ആരുണ്ടെന്ന് വെച്ചിട്ട് അവിടെ ഉണ്ടാക്കി തരാന്? ഒരു മണിക്കൂർ ഉറക്കാതെ പറ്റി വന്ന വീണ്ടും സമാധാനം തരും. എന്താ ഉറങ്ങാനും വിടുന്നില്ല. അതൊന്ന് നേരാക്ക് വേഗം. നേരാക്ക് വേഗം നന്നാക്കി കൊണ്ടോട്ടോ. കത്തി മൂർച്ചില്ല. എന്താ നിക്കണ? ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തുകൂടി വേഗം. ഇത് പറഞ്ഞു തരുന്ന വേഗം ചെയ്തുകൂടി. ഇത് എന്നും ചെയ്യുന്നതല്ലേ? ഉറക്കൂല്ല. പണി എന്നെ പണി. ഇതാണ് നമ്മുടെ ജീവിതം. ഏറ്റവും കഴിഞ്ഞ് ഉറങ്ങി വന്നിട്ട് ഈ പണി തന്നെയാണ് ചെയ്യുന്നത്. ഇത് എപ്പോഴും ഉണ്ടാവും. ഇത് കഴിയേയില്ല. ഉറക്കമില്ലാണ്ടായി വെറും ചെയ്യലായി. ഇപ്പൊ എളുപ്പം ചെയ്യട്ടെ, അല്ലെങ്കിലേ ഇനിയും പറഞ്ഞത് കേട്ടിട്ടേ ഇരിക്കും. ഇനി അവിടെയും കൂടി അടിക്കാനുണ്ട്. അതൊക്കെ ഒന്ന് അടിച്ചെങ്കിൽ വന്നു കഴിഞ്ഞാല് ഇനിയിപ്പോൾ ഇതും കൂടി എടുത്ത് വെക്കണം. ഇനി എന്തൊക്കെ ഉണ്ടാവോ? അവൾ വരുന്നതിൻ്റെ ഒരു തുണി നിർത്ത് ആ റൂമിൽ കൊണ്ടുവെക്കാം തൽക്കാലം. ഈ തുണിയും കൂടി കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കുമോ പണി? മീൻ പൊരിച്ചില്ല, ഇനി മുളകിട്ട് വെച്ചിട്ടുണ്ട്.
ഇനി അത് പൊരിച്ചിട്ടാവാറാണെങ്കിൽ അങ്ങോട്ട് പൊരിച്ചിട്ട് വരാം. ഇനിയിപ്പോൾ തീരെ പണി. മീൻ മറിച്ചില്ല. ആ മീൻ മറിച്ചാണാവോ? മീനേ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്, മറിച്ചിട്ടില്ല. വിശന്നിട്ട് വയ്യ. എത്ര നേരമെന്നറിയോ? പണിയെടുക്കുന്ന ടൈമാണ്. സലങ്ക വിശക്കണോ? എവിടെ ആയില്ല ഇനിയും? കൂട്ടാനൊന്നും വെച്ചില്ലേ? എന്താ കൂട്ടാൻ വെച്ച്? സാമ്പാറാണ്. അതാട്ടെ, വേറൊന്നും ഇല്ല ഇനി. മീൻ പൊരിച്ചതുണ്ട്. എന്നാ വേ എടുത്തിട്ട് വരൂ. ഇല്ല, ഇപ്പേരി ഒന്നും വെച്ചില്ലേ സലാംക്ക? വീരുണ്ട്, കൈപ്പക്കപ്പേരി. മീൻ എവിടെ? എനിക്ക് മീൻ നിർബന്ധമൊന്നും അറിയില്ലേ. വേഗം കൊണ്ടുവരൂ, വിശക്കണോ? മീൻ പൊരിച്ചു, ടേസ്റ്റ് നോക്കൂ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കൂടിയ ഇല്ല, മുളക് കഴിക്കാനാ. കഴിക്കാം. സമയങ്ങൾ എത്രയെന്ന് അറിയുന്നു? ടാറ്റ കളിക്കുന്നു. നമ്മുടെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്യണം. ഒരുപാട് ഒരുപാട് മണി ചെയ്യേണ്ട വന്നിക്കാട്ടോ, പാവട്ടോ. അപ്പൊ നമുക്ക് ടുഡേ സ്പെഷ്യൽ എടുക്കാം. അപ്പൊ ടാറ്റ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.